പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം പെരിങ്ങമല ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുകയാണ്. ഈ ബസ് കാത്തു നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനത് പറയാം. ഞങ്ങളുടെ ബസ് വന്ന് ഞങ്ങൾ യാത്രയും തുടർന്ന് അങ്ങനെ KSRTC ബസ് യാത്ര ചെയ്യാത്തവരായിട്ട് മലയാളികളായിട്ട് ആരും തന്നെയില്ല. മലയാളികളെന്ന് പറയുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാത്തവർ ചുരുക്കം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ കാറുകളും ഒക്കെ അടുക്കി വീട്ടിയിട്ടിരിക്കുന്നതെന്ന്. ഇല്ല, ഞങ്ങൾ ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് എവിടെ പോയാലും. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് ഇറങ്ങേണ്ട സ്ഥലം അങ്ങ് മാറിപ്പോയി. അങ്ങനെ ഞങ്ങളിതാ പിന്നെയും കുറേ താഴോട്ട് നടന്നു കേട്ടോ. ബസ് അങ്ങ് ദൂരെയാണ് ചെന്നിറക്കിയത്. അങ്ങനെ ഒരു ഓട്ടോമാൻ വന്ന് കൈ കാണിച്ച് നിർത്തി ഞങ്ങളിതാ ഓട്ടോയിൽ കയറാൻ പോയി. നല്ല മഴയുണ്ട് കേട്ടോ, ചാറ്റ മഴ, നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പിന്നുള്ള യാത്ര ഓട്ടോയിലായിരുന്നു. ഓട്ടോമാമൻ്റെ അടുത്ത് വലിയ ഗമയിൽ കയറിയിരിക്കുന്നു, പക്ഷേ ഒന്നും പറയുന്നില്ലായിരുന്നു. അവിടെ കുറേ അങ്ങ് ചെന്നതിന് ശേഷമാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് പോപ്പുലർ ഫാം ഹൗസിലേക്കാണ് ഇറക്കേണ്ടതെന്ന്. പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കിയതാട്ടോ. അവിടെ പിള്ളേർക്കും എല്ലാവർക്കും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മുതിർന്നവർക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും ആർക്കായിരുന്നാലും എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഞങ്ങളവിടെ പോയി വളരെ ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു വന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാനും വളരെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാരി വലിച്ചൊന്നും ഒത്തിരി ഇതൊന്നും കാണാനില്ല എങ്കിൽ പോലും നമ്മളെപ്പോലുള്ളവർക്ക് കുറച്ചൊക്കെ കുട്ടികൾക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടി കാണാനുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഇങ്ങോട്ടുള്ളതിൻ്റെയൊന്നും പേരെനിക്ക് അങ്ങനെ അത്രയ്ക്ക് അറിയില്ല. പക്ഷേ അറിയാവുന്ന നിങ്ങൾ ഇതിൽ വന്ന് കമൻ്റ് ഇടുക. അപ്പം അറിയാത്ത എനിക്ക് ഞാൻ മിണ്ടാതിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കണ്ടോ കേട്ടോ. ഇനി ഇവിടെയാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് പേടിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പേടിച്ച സ്ഥലം ഇവിടെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു പേടി എനിക്ക് കിട്ടുമെന്ന്. അത്രയ്ക്ക് നല്ല പേടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളത് വരുമ്പോൾ തന്നെ അത് കാണാൻ പറ്റും എന്താണ് ഞാൻ പേടിച്ചത്. ഇതിനെയൊക്കെ കാണുമ്പോഴേ നമുക്ക് പേടി. അപ്പോൾ എടുത്ത് കഴുത്തിൽ കൂടെ ഇടുമ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ അവസ്ഥ നിങ്ങൾ നേരി കാണാൻ തന്നെ പോകുന്നത്. അതെൻ്റെ മോനാണ് കേട്ടോ. മോൻ്റെ കഴുത്തിലാണെങ്കിൽ പാമ്പിനെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അമ്മാന്ന് വിളിച്ച് അവൻ കയ്യിൽ കിട്ടിയാലും അടുത്ത ഒരെണ്ണത്തിനടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ എൻ്റെ മോളുടെ കയ്യിൽ ഒരെണ്ണം വെച്ച് കൊടുത്തു. മറ്റേ ക്രീം കേസ് പോലെ അവൾ കൊണ്ട് നടക്കുന്നില്ലേ, അതിനെ എൻ്റെ പിന്നെ കണ്ടാൽ തന്നെ പേടി വരും. അങ്ങനെ ചേച്ചിയുടെ കഴുത്തിൽ കൊണ്ടിടാൻ വേണ്ടി ചേച്ചി പറഞ്ഞു അയ്യോ വേണ്ട എന്ന് പറഞ്ഞു ഓടി. വലിയ ഷോയിൽ വീഡിയോ എടുത്തിരുന്ന എൻ്റെ കഴുത്തിലായിരുന്നു പിന്നെ കൊണ്ടുവന്നിട്ടത്. ഈ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ തന്നെയാണ്, ഞാൻ തന്നെ. ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ്, ഇത് ഞാനല്ല.
എൻ്റെ മോളാണെങ്കിൽ ഒരു തത്ത കുഞ്ഞ് കയ്യിലിരിക്കുന്നത് നോക്കിയിരുന്നു കേട്ടോ. എല്ലാവരുടെ കയ്യിൽ ഇതൊക്കെ വന്നിരിക്കുന്നു. അവളാണെങ്കിൽ എല്ലാത്തിൻ്റെ പുറകെ നടക്കുക തീറ്റയും കൊണ്ട്. പക്ഷെ ഒന്നുപോലും അവളുടെ കയ്യിൽ വന്നിരുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ വിഷമിച്ച് ഓരോ തത്ത ഇരിക്കുന്ന ഭാഗത്തേക്ക് അവൾ പോകുക. എന്നിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ലായിരുന്നു. അങ്ങനെ കുറേ സമയം അവൾ ഒരുപാട് ശ്രമിച്ച് ഇതാണ്ട് തീറ്റയൊക്കെ കൊണ്ട് കൊടുക്കും. അതെല്ലാം തിന്ന് തീർക്കുന്നതല്ലാതെ അവളുടെ കയ്യിലിറങ്ങി വന്നില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവളുടെ കയ്യിലിറങ്ങി വന്നു കേട്ടോ ഒരെണ്ണം. അപ്പോഴവൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ നോക്കി നമ്മൾ ഒരെണ്ണം കൂടെ പിന്നെയും വന്ന് ചാടി ഇറങ്ങി കേട്ടോ. പേടിയുണ്ട് സന്തോഷമുണ്ട്. അങ്ങനെയും നിൽക്കുകയാണ് അവൾ. അങ്ങനെ തത്തമ്മ എല്ലാം കളിപ്പിച്ച് ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇനി അടുത്ത ബസ് കാത്ത് ഞങ്ങളിതാ പുന്നമോട് ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ നല്ല സന്ധ്യ സമയമായി. ബസ് വന്ന് ഞങ്ങൾ പെരിങ്ങമല ജംഗ്ഷനിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ആകെ ടയേർഡായി. അങ്ങനെ ഞങ്ങൾ ബേക്കറിയിലോട്ട് നേരെ ഇടിച്ച് കയറി എല്ലാവരും കൂടെ. ബേക്കറിയിൽ ചെന്ന് ഓരോ ബട്ടർ കേക്കും ഷാർജയും ഓരോരുത്തർക്കും ഓരോ ഷാർജയും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഷാർജ എത്തിയപ്പോഴത്തേക്കും ബട്ടർ കേക്ക് ഫുള്ള് ഞങ്ങൾ തിന്ന് തീർത്ത് കേട്ടോ. അത്രയ്ക്ക് ഞങ്ങൾക്ക് വിശന്നായിരുന്നു. കാരണം ഉച്ചയ്ക്ക് പോയതായിരുന്നേ. അതും കഴിച്ച് ഷാർജ എല്ലാം കുടിച്ച് തീർന്ന് ബില്ലും പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.